അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1519, സൂറത്തുൽ ഇസ്രാ 94 മുതൽ 100 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا قل كفى بالله شهيدا بيني وبينكم إنه كان بعباده خبيرا بصيرا ومن يهد الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أئذا كنا عظاما ورفاتا إنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما منع الناس أن يؤمنوا, ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് തടസ്സമായില്ല. ഇത് ജാഅഹുമുൽ ഹുദ, അവർക്ക് സന്മാർഗം വന്ന നേരത്ത്. ഇല്ല അൻ ഖാലു അബ്അസല്ലാഹു ബശറൻ റസൂല, അല്ലാഹു മനുഷ്യനെയാണോ ദൂതനായി നിയോഗിച്ചത് എന്ന ചോദ്യമല്ലാതെ സത്യം വന്ന നേരത്ത് അത് വിശ്വസിക്കുന്നതിന് ജനങ്ങൾക്ക് തടസ്സം ഉണ്ടായില്ല. ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ, ഭൂമിയിൽ ജീവിക്കുന്നത് അടങ്ങിയൊതുങ്ങി താമസിക്കുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ, നടക്കുകയും അടങ്ങി ഒതുങ്ങി താമസിക്കുകയും ചെയ്യുന്ന മലക്കുകളായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ലനസ്സൽന അലൈഹിം മിനസ്സമായി, ആകാശത്തുനിന്ന് അവരുടെ അടുത്തേക്ക് നാം ഇറക്കുക മലക്കർ റസൂല, മലക്കിനെ തന്നെയായിരുന്നു ദൂതനായിട്ട് ഇറക്കുക. ആ സമയത്ത് ഭൂമിയിൽ താമസിക്കുന്നത് മലക്കുകളല്ലല്ലോ, മനുഷ്യരല്ലേ. അതുകൊണ്ട് അവരോട് സംവദിക്കാൻ മനുഷ്യനെ തന്നെയാണ് റസൂലാക്കേണ്ടത് എന്നർത്ഥം. ഖുൽ നബിയെ അങ്ങ് പറയുക, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനക്കും, നിങ്ങളുടെയും എന്റെയും ഇടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു മതിയായവനാകുന്നു. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, നിശ്ചയം അല്ലാഹു അവന്റെ അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനും എല്ലാം കാണുന്നവനും തന്നെയാകുന്നു. ഞാൻ റസൂലാണോ അല്ലേ എന്നതിന് സാക്ഷിയായിട്ട്, റസൂലാണ് എന്നതിന് സാക്ഷിയായിട്ട് നിങ്ങളുടെയും എന്റെയും ഇടയിൽ അല്ലാഹു തന്നെ മതിയായവനാണ് എന്നർത്ഥം. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരെങ്കിലും അല്ലാഹു സന്മാർഗത്തിലാക്കിയാൽ, നേർവഴിയിലാക്കിയാൽ അവൻ തന്നെയാണ് നേർവഴി പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തെറ്റിച്ചാൽ ഫലൻ തജിദ ലഹും, അങ്ങനെയുള്ള ആളുകൾക്ക് തങ്ങൾ എത്തിക്കുകയില്ല, ഔലിയ ആ സംരക്ഷകരെ എത്തിക്കുകയില്ല, മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ. വനഹ്ശുറുഹും, അവരെ നാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും, യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, അലാ വുജൂഹിഹിം,
അവരുടെ മുഖത്തിന്റെ മേൽ നടക്കുന്നവരായ നിലക്ക്, മുഖം കുത്തി നടക്കുന്നവരായ നിലക്ക് അവരൊരുമിച്ച് കൂട്ടും. ഉമിയൻ ബുഖ്മൻ വസുമ്മ, അന്ധരും അതേപോലെ ബധിരരും അതുപോലെ ഊമകളും ആയ നിലക്ക്. മഅ്വാഹും ജഹന്നം, അവരുടെ മടക്കസ്ഥലം ജഹന്നം എന്ന നരകമാകുന്നു. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, അതിന്റെ ജ്വാല അടങ്ങുമ്പോഴെല്ലാം അവർക്ക് കൂടുതൽ ശക്തിയായി അത് നാം കത്തിക്കുന്നതാണ്. ദാലിക ജസാഉഹും, ഇത് അവർക്കുള്ള പ്രതിഫലമാണ്. ബി അന്നഹും കഫറൂ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു എന്ന കാരണത്താൽ. വഖാലു, അവർ പറയുകയും ചെയ്തു എന്ന കാരണത്താൽ. ഐദാ കുന്ന ഇളാമൻ വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ, ഞങ്ങൾ നശിച്ച് ചില എല്ലുകളും മണ്ണുമായി പോയാൽ പിന്നൊരു പുതിയ സൃഷ്ടിയായി പുനർജനിപ്പിക്കപ്പെടുന്നവരാണോ എന്നവർ ചോദിക്കുകയും ചെയ്ത കാരണത്താൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണിത്. അവലം യറൗ, അവർ നോക്കുന്നില്ലേ അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹു ഖാദിറുൻ, അവൻ കഴിവുള്ളവൻ തന്നെയാണ്, അലാ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലത്തെ പടക്കാൻ എന്ന് അവർ ചിന്തിക്കുന്നില്ലേ. വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹി, ഒരിക്കലും ഒരു സംഭവിക്കുമെന്നതിൽ സംശയമില്ലാത്ത ഒരു അവധി അവർക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഫഅബൽ ളാലിമൂന ഇല്ലാ കുഫൂറ, എന്നാൽ അക്രമികൾ സത്യനിഷേധത്തിൽ ചടിച്ചു നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഖുൽ, നബിയെ അങ്ങ് പറയുക, ലൗ അൻതും തംലിക്കൂന, നിങ്ങൾ ഉടമയാക്കുന്നവരായിരുന്നുവെങ്കിൽ ഖസായിന റഹ്മത്തി റബ്ബി, എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളുടെ ഖജാനകളെ, ഇതൻ അന്നേരം ല അംസക്തും, നിങ്ങൾ അത് ചെലവാക്കാതെ പിടിച്ചുവെക്കുമായിരുന്നു. ഖശിയത്തൽ ഇൻഫാഖി, അത് ചെലവായി പോകുമെന്ന, തീർന്നു പോകുമെന്ന ഭയത്താൽ. വക്കാനൽ ഇൻസാനു ഖത്തൂറ, മനുഷ്യൻ വളരെ പിശുക്കൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ സത്യനിഷേധത്തിന്റേതായിട്ടുള്ള വല്ലാത്തൊരു ശൈലി സ്വീകരിച്ച ജനങ്ങളെ അല്ലാഹു തആല അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും അവരുടെ നിലപാടിന്റെ ബുദ്ധിശൂന്യതയും അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ അല്ലാഹു പറയുന്നത്, ഒമാ മനഅന്നാസ, ജനങ്ങൾക്ക് തടസ്സമായില്ല, അയ്യുമിനു, വിശ്വസിക്കാൻ തടസ്സമായില്ല, ഇത് ജാഅഹുമുൽ ഹുദ, അവർക്ക് സന്മാർഗം വന്നു കിട്ടിയ നേരത്ത്, ഇല്ലാൻ ഖാലു അബഅസല്ലാഹു ബശറൻ റസൂല, അല്ലാഹു മനുഷ്യനെയാണോ റസൂലായി അയച്ചിരിക്കുന്നത് എന്നുള്ള വാദമല്ലാതെ അവർക്ക് തടസ്സമായില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി ജനങ്ങളിലേക്ക് വന്നു. മുൻകാലങ്ങളിലും അതേപോലെ നബിമാര് ധാരാളമായി വന്നു. ആ കാലങ്ങളിലെല്ലാം തന്നെ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അബദ്ധ വാദഗതിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രവാചകന്മാരാ വന്നപ്പോ ആ പ്രവാചകന്മാരെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് തടസ്സമായിട്ട് അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്താണ്? മനുഷ്യനെയാണോ അല്ലാഹു തആല പ്രവാചകരായി നിയോഗിച്ചത് എന്ന ചോദ്യമാണ്. അതായത് ഒരു പ്രവാചകരെ അല്ലാഹു അയക്കുന്നുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള ഒരാളാണോ അതിന് വരേണ്ടത്? ഒരിക്കലും അതിന് വരേണ്ടത് മാലാഖമാരല്ലേ, മലക്കുകളല്ലേ എന്ന ഒരു കുരുട്ടുബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ന്യായമാണ് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വാസ്തവത്തിൽ ഈ ആശയം ഖുർആൻ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്തു തഗാബുന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ذَلِكَ بِأَنَّهُ كَانَتْ تَأْتِيهِمْ رُسُلُهُم بِالْبَيِّنَاتِ فَقَالُوا أَبَشَرٌ يَهْدُونَنَا فَكَفَرُوا وَتَوَلَّوْا وَاسْتَغْنَى اللَّهُ وَاللَّهُ غَنِيٌّ حَمِيدٌ. ദൂതന്മാര് തെളിവുകളുമായി വന്നപ്പോൾ, മനുഷ്യനാണോ നമ്മളെ സന്മാർഗത്തിലെത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയുമാണ് അവർ ചെയ്തത് എന്ന് സൂറത്തു തഗാബുനിൽ അല്ലാഹു തആല പറഞ്ഞു. ഫിർഔനും അവന്റെ ആളുകളും മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബിയോടും പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂനയുടെ 47-ാമത്തെ സൂക്തത്തിൽ.
അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ, നമ്മളെപ്പോലത്തെ രണ്ട് മനുഷ്യന്മാരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ രണ്ടാളുടെ തന്നെ കുടുംബങ്ങളും ബന്ധപ്പെട്ടവരൊക്കെ നമ്മൾക്ക് ആരാധിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഈ മനുഷ്യരെ നമ്മളെങ്ങനെ അംഗീകരിക്കണം? അത് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, വകദാലിക ഖാലത്തിൽ ഉമമു ലിറുസുലിഹിം, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ്. തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തടയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല. ഫഅ്തൂന ബി സുൽത്താനിൻ മുബീൻ, ഇതിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായ രേഖ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുകയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായിട്ട് മനുഷ്യരെ തന്നെ നിയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സ്മൂത്തായി നടക്കാൻ വേണ്ടിയാണ്. ഇബ്നു കസീർ തുടർന്ന് പറഞ്ഞു, ثم قال تعالى منبها على لطفه ورحمته بعباده, അല്ലാഹു ഇതിന് മറുപടിയായിട്ട്, അതായത് അവരുടെ ഈ സന്ദേഹം, അല്ലാഹു തആല മനുഷ്യനെ അവരെ സമുദ്ധരിക്കാൻ വേണ്ടി ആളെ അയക്കുന്നുണ്ടെങ്കിൽ, ദൂതനെ അയക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് മനുഷ്യനെ അയച്ചു, മലക്കിനെ അല്ലേ അയക്കേണ്ടിയിരുന്നത് എന്ന അവരുടെ ഈ സന്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി, അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമാണത് എന്നാണ്. അതായത് അന്നഹു യബ്അസു ഇലൈഹിമുർ റസൂല മിൻ ജിൻസിഹിം, അല്ലാഹു അവരിൽ തന്നെ പെട്ട ആളുകളെ ദൂതനായിട്ട് അവരിലേക്ക് നിയോഗിക്കുന്നു. എന്തിന്? ലിയഫ്ഖഹു അൻഹു വയഫ്ഹമു മിൻഹു, ആ പ്രവാചകർ അവരിൽ തന്നെ പെട്ട ആളാവുമ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ തമക്കുനിഹി മിൻ മുഖാതബത്തിഹി വ മുക്കാലമത്തിഹി, ആ പ്രവാചകന് അവരുമായിട്ട് സംഭാഷണം നടത്താം, അവരുമായിട്ട് സംസാരിക്കാം, സംവദിക്കാം. അതേസമയത്ത് അല്ലാഹു തആല വലൗ ബഅസ ഇലൽ ബശരി റസൂലൻ മിനൽ മലായിക, മലക്കുകളിൽപ്പെട്ട ഒരാളെ ആയിരുന്നു അല്ലാഹു തആല റസൂലായി നിയോഗിച്ചിരുന്നതെങ്കിൽ ലമസ്തതഉ മുവാജഹതഹു വലൽ അഖ്ദാനുഹു, ആ മലക്കുകളുമായി നേരിട്ട് സംവദിക്കലും അവരിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കലും ഇവർക്ക് സാധ്യമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ദൂതന്മാരായിട്ട് പ്രവാചകന്മാരായി മനുഷ്യന്മാരെ നിയോഗിച്ചു എന്നത് തികച്ചും സുതാര്യമായ ഒരു നിലപാടാണ് എന്നാണ് അല്ലാഹു തആല ഇതിന് പറയുന്ന മറുപടി. അതാണ് തുടർന്നുള്ള പറഞ്ഞത്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൗകാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ, മനുഷ്യരെ പോലെ കാലുകൊണ്ട് നടക്കുന്ന, അതേപോലെ തന്നെ സ്ഥിരതാമസം ഇവിടെ ഭൂമിയിൽ നടത്തുന്ന മലക്കുകളാണ് താമസക്കാരായി ഭൂമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ്സമാഇ മലക്കർ റസൂല, ആകാശത്തുനിന്ന് അവരുടെ പേരിൽ നാം മലക്കിനെ തന്നെ റസൂലായി അയക്കുമായിരുന്നു. കാരണം മലക്ക് ആണ് ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ അവരുമായുള്ള കമ്മ്യൂണിക്കേഷന് സൗകര്യം മലക്കുകൾക്ക് തന്നെയാണ്, അതിന് മലക്കുകൾ അയക്കുമായിരുന്നു. പക്ഷെ ഭൂമിയിൽ താമസിക്കുന്നത് മലക്കുകളല്ലല്ലോ, മനുഷ്യരല്ലേ. അതുകൊണ്ട് അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കാൻ ആരെ തന്നെ അയക്കണം? മനുഷ്യനെ തന്നെ അയക്കണം. അതുകൊണ്ടാണ് നാം മനുഷ്യരെ പ്രവാചകരായിട്ട് അയച്ചിട്ടുള്ളത് എന്നാണ് ഇതിന്റെ മറുപടിയുടെ ചുരുക്കം. കുൽ, എന്നിട്ട് നബിതങ്ങളോട് അല്ലാഹു പറയുന്നു, തങ്ങൾ പറയൂ, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു മതിയായവനാണ്. ഞാൻ പ്രവാചകരാണ് എന്നതിന് എനിക്ക് സാക്ഷി അല്ലാഹു മതി. കാരണം ഇന്നഹു കാന ബി ഇബാദിഹി ഖബീറൻ ബസീറ, അല്ലാഹു അവന്റെ അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നവനുമാണ്. അതായത് എന്നെ നിരാകരിക്കാനും നിഷേധിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ പടച്ചവന് അറിയാം. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിനെയാണ് ഞാൻ റസൂലാണ് എന്നതിന് സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നബി തങ്ങളോട് പറയാൻ അല്ലാഹു നിർദ്ദേശിച്ചു. എന്നിട്ട് മുത്തുനബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഒമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, വല്ലവനെയും അല്ലാഹു നേർവഴിയിലാക്കിയാൽ അവൻ തന്നെയാണ് നേർവഴി പ്രാപിച്ചവൻ. ഒമൻ യുദ്ലിൽ, ആരെങ്കിലും അല്ലാഹു തആല വഴിതെറ്റിച്ചാൽ ഫലൻ തജിദ് ലഹും ഔലിയാ മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ അവർക്ക് യാതൊരു രക്ഷകന്മാരെയും തങ്ങൾ കാണുകയില്ല. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അന്ത്യനാളിൽ മുഖം കുത്തി നടക്കുന്നവരായിക്കൊണ്ട് അവരെ നാം ഒരുമിച്ച് കൂട്ടും മഹ്ശറിൽ. ഉമ്യമ്മ ബുക്മമ്മ സുമ്മ, കണ്ണു കാണാത്തവരും സംസാരശേഷിയില്ലാത്തവരും കാത് കേൾക്കാത്തവരുമായിട്ട് അവരെ നാം ഒരുമിച്ച് കൂട്ടും. മഅ്വാഹും ജഹന്നം, അവരുടെ മടക്കസ്ഥലം ജഹന്നം എന്ന നരകമാകുന്നു.
കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, ആ നരകത്തിന്റെ ജ്വാല അടങ്ങുമ്പോഴെല്ലാം അവർക്ക് കൂടുതൽ ശക്തിയായി നാം അത് കത്തിക്കുന്നതാണ്. നരകത്തിന്റെ അതിശക്തമായിട്ടുള്ള തീജ്വാലകൾ ഒന്ന് സമാധാനിക്കുമ്പോൾ വീണ്ടും അത് സജീവമാക്കി അല്ലാഹുതആല നിലനിർത്തി ശിക്ഷ പുതിയ അവസ്ഥയിൽ തന്നെ എല്ലാ സമയത്തും സജീവമാക്കി നിലനിർത്താൻ വേണ്ട സംഗതി അല്ലാഹുതആല ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുതആല പറഞ്ഞതാണ്, ഇவ்விധത്തിൽ നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറിയിട്ടുള്ള ഈ ആളുകൾ, ആ ആളുകളെ അല്ലാഹുതആല പരലോകത്ത് ഖബറിൽ നിന്നും മഹ്ശറിലേക്കുള്ള നിയോഗം, ആ നിയോഗത്തിന്റെ സമയത്ത് മുഖത്തിന്റെ മേലിൽ മുഖം കുത്തി നടക്കുന്ന, അഥവാ മുഖത്തിന്റെ മേലിൽ വലിച്ച് മലക്കുകൾ എന്ത് ചെയ്യും, അവരെ നരകത്തിലേക്ക് അന്ത്യനാളിലേക്ക് മഹ്ശർ മൈതാനിയിലേക്ക് കൊണ്ടുവരും. അവർക്ക് കണ്ണു കാണുകയോ അല്ലെങ്കിൽ കാത് കേൾക്കുകയോ അതുപോലെ തന്നെ സംസാരിക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഫസ്സിറുകൾ ഒരു കാര്യം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കാണൂല കേൾക്കൂല അങ്ങനെയാണ് മഹ്ശറിൽ വരിക എന്ന് ഇവിടെ പറഞ്ഞു. അതേസമയത്ത് ഖുർആനിൽ തന്നെ അവര് നരകത്തിന്റെ ഒരമ്പല് കേൾക്കും, അതേപോലെ തന്നെ ശിക്ഷ അവർ കാണും, നരകത്തെ അവർ കാണും. വറഅൽ മുജ്രിമൂന അന്നാർ, അക്രമികളായിട്ടുള്ള ആളുകൾ നരകം കാണുമെന്ന് ഖുർആൻ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ 53-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് ദഅഉ ഹുനാലിക സുബൂറ, ആ സമയത്ത് ഞങ്ങളുടെ നാശമേ എന്നവർ വിളിച്ചു പറയുമെന്ന് സൂറത്തുൽ ഫുർഖാന്റെ 13-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറ, നരകത്തിന്റെ ഇരമ്പലും അതിന്റെ ആരവവുമൊക്കെ അവർ കേൾക്കും എന്ന് ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫുർഖാന്റെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 3 ആയത്തുകൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും വന്നല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ കണ്ണു കാണാത്തവരായിട്ടാണ് അവരെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടാന്ന് പറഞ്ഞത്? അതിന് വിവിധ മറുപടികൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നു, ഒന്ന്, ആ പറഞ്ഞത് ഖിയാമത്ത് ഖബറിൽ നിന്നും മഹ്ശറിലേക്ക് വരുന്ന നേരത്ത് ഈ പറഞ്ഞതൊന്നും ഇല്ല, പിന്നീട് കാഴ്ചശക്തിയും കേൾവി ശക്തിയും സംസാരശേഷിയും ഒക്കെ അവർക്ക് മടക്കി കൊടുക്കുന്നതാണ് എന്നാണ് ഒരു മറുപടി. മറ്റൊരു മറുപടി, കണ്ണ് കാണില്ല കാത് കേൾക്കില്ല അതേപോലെ തന്നെ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാവുന്ന ഒന്നും കാണാനോ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ തെളിവുകൾ സംസാരിക്കാനോ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ കേൾക്കാനോ സാധിക്കില്ല എന്നാണ് മറ്റൊരു മറുപടിയായിട്ട് പറയുന്നത്. എന്തായാലും വ്യത്യസ്ത സന്ദർഭങ്ങളെക്കുറിച്ചാണ് അതെന്ന് പറയുമ്പോൾ ആ കാര്യം വ്യക്തമായി എന്നർത്ഥം. ഇനി നോക്കൂ, അള്ളാഹു പറയുന്നത് ദാലിക ജസാഉഹും, ഇത് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. മഹ്ശറിലേക്ക് വരുന്ന നേരത്ത് കണ്ണും കാതും കേൾക്കാതെ മുഖത്തിന്റെ മേലിൽ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും, കടുത്ത ശിക്ഷയാണത്. പിന്നെ നരകത്തിലെത്തിപ്പെട്ടതിന് ശേഷം നരകത്തിന്റെ തീയൊന്ന് അടങ്ങുമെന്ന് കണ്ടാൽ അപ്പത്തന്നെ വീണ്ടും അത് ഊതിക്കത്തിച്ച് സജീവാക്കി അവർക്ക് ശിക്ഷ വളരെ ഗൌരവത്തിൽ തന്നെ സജീവാക്കി നിലനിർത്തുന്നുണ്ട്. അപ്പൊ ഈ 2 തരം ശിക്ഷകളും അവർക്ക് നാം നൽകുന്നത് എന്തിനാണ്? ദാലിക ജസാഉഹും, ഇത് അവർക്കുള്ള പ്രതിഫലമാണ്. ബി അന്നഹും കഫറൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു തള്ളി എന്ന കാരണത്താൽ. വഖാലു, അവർ പറയുകയും ചെയ്തു എന്ന കാരണത്താലാണ് അവർക്ക് ഈ ശിക്ഷ. ഐദാ കുന്ന ഇളാമൻ വറുഫാത്തൻ, ഞങ്ങൾ നശിച്ചു ചില എല്ലുകളും മണ്ണുമായി പോയാൽ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞങ്ങൾ പുനർജനിപ്പിക്കപ്പെടുമെന്നോ അത് സാധ്യമല്ല എന്നവർ പറഞ്ഞു. അത് കടുത്ത ധിക്കാരമാണ്, അതിനുള്ള ശിക്ഷയാണ് അവർക്ക് ഈ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് മരിച്ചു മണ്ണായതിനു ശേഷം അവരെ വീണ്ടും പുനർജനിപ്പിക്കുന്നത് പടച്ചവനൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല എന്നതിന് അവർക്ക് കൂടി മനസ്സിലാക്കാവുന്ന ഒരു തെളിവ് അല്ലാഹു പറയാണ്. അവലം യറൂ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അല്ലാഹു തആല ഖാദിറുൻ, അവൻ കഴിയുന്നവൻ തന്നെയാണ്, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയുന്നവൻ തന്നെയാണ് എന്നവർ കാണുന്നില്ലേ? ഈ ഭൂമിയിലുള്ള ഒരു ചെറിയ സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. എന്നാൽ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുകയും അതിന്റെ സംവിധാനങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന അല്ലാഹു, ഇല്ലായ്മയിൽ നിന്ന് ആദ്യം ഇവരെ ഒരിക്കൽ പടച്ച അല്ലാഹു തആല മണ്ണിൽ ലയിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് പരിവർത്തിത രൂപത്തിൽ അവരെ സൃഷ്ടിക്കുക എന്നത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹി, ഒരിക്കലും സംശയിക്കാനില്ലാത്ത വിധത്തിൽ ഒരു അവധി അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അത് അല്ലാഹു തആല ഈ ലോകത്തുനിന്ന് മരിക്കാൻ
എത്ര സമയം ജീവിക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ അവരിവിടെ ജീവിക്കും. അതിനുശേഷം വീണ്ടും അള്ളാഹു തആല പുനർജനിപ്പിക്കും. പുനർജനിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്നതിന്റെ രേഖയാണ് ഈ ആകാശവും ഭൂമിയൊക്കെ. അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന് സുതാര്യമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും ഫഅബല്ലാലിമൂന ഇല്ലാ കുഫൂറ, അക്രമികളായ ആളുകൾ നിഷേധത്തെ അല്ലാതെ വിസമ്മതിക്കുന്നു. വെച്ചാൽ നിഷേധിക്കാൻ തന്നെ മെനക്കെട്ട് ഇറങ്ങുകയാണ് അവർ ചെയ്യുന്നത്. അതവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒരു വല്ലാത്ത ശൈലിയാണത് എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് ഖുൽ, തങ്ങൾ പറയൂ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മത്തി റബ്ബി, എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളുടെ ഖജാനകൾ നിങ്ങളാണ് ഉടമയാക്കുന്നവരായിരുന്നതെങ്കിൽ ഇതെല്ലാം അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്, ചെലവാക്കിയാൽ തീരുമെന്ന ഭയം കൊണ്ട് നിങ്ങളത് പിടിച്ചുവെക്കുമായിരുന്നു ചെലവാക്കാതെ. വക്കാനൽ ഇൻസാനു ഖത്തൂറ, മനുഷ്യൻ കടുത്ത പിശുക്കൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സൂക്തത്തിന് മുമ്പത്തെ സൂക്തങ്ങളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ വ്യത്യസ്ത വീക്ഷണം പറയുന്നുണ്ട്. ഒന്ന്, ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെ സുഭിക്ഷമായ തോട്ടങ്ങൾ, മരുഭൂമിയിലെ ആറുകൾ, സ്വർണത്തിന്റെ കൊട്ടാരം മുതലായവ നിനക്കുണ്ടായി കാണട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞത് ഇതേ അധ്യായത്തിന്റെ 90 മുതൽ 93 സൂക്തങ്ങൾ നമ്മൾ വിശദീകരിച്ചല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നാവശ്യപ്പെടുന്ന ഈ മുശ്രിക്കുകൾ അവര് പിശുക്കന്മാരാണെന്ന് സമർത്ഥിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ അവർക്കുണ്ടായാൽ അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന സ്വഭാവമാണ് അവർ സ്വീകരിക്കുക. അതേസമയത്ത് പ്രപഞ്ചത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും താക്കോൽ സൂക്ഷിപ്പുകാർ അവരായിരുന്നെങ്കിൽ പോലും അവരിൽ നിന്നൊരിത്തിരി ചെലവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് നിഷേധികളായിട്ട് കൂടി അവർക്ക് വീണ്ടും വീണ്ടും സൗകര്യങ്ങളും സന്തോഷങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ ഒരു രൂപം. മറ്റൊന്ന്, മക്കക്കാരുടെ നിഷേധത്തെ പറ്റിയാണല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞത്. അതിന്റെ പുറമെ ഇവർ പിശുക്കന്മാരും കൂടിയാണ് എന്ന് അവർക്കെതിരെ, അവർ നിഷേധികളാണ് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു. പിശുക്കന്മാരുമാണ് എന്നൊരു കുറ്റവും കൂടി, ഒരു ചാർജ് കൂടി അവർക്ക് നേരെ ചുമത്തുകയാണ് ഈ സൂക്തത്തിൽ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ആയിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല നല്ലത് ഉൾക്കൊള്ളാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.